അനുമോൾ ആദിലയോട് പറയാണ്, പിന്നെ നമുക്ക് ജീവിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. 30 ലക്ഷത്തിൻ്റെ കടം ഒന്നും ആയിട്ടില്ലെന്ന് ആദിലയോട് പറയുന്നുണ്ട് അനുമോൾ. 30 ഉണ്ട് കറക്റ്റ്, പിന്നെ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ചേച്ചിയാണ് കൊടുക്കുന്നത്, ഞാൻ കൊടുക്കണം. പിന്നെ എൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ചിലവുകൾ ഞാൻ നേരത്തെ നോക്കി വെക്കണം. ഉണ്ടാക്കി വെച്ചതെല്ലാം ഫുൾ അടച്ചു തീർന്നു. 18 ലക്ഷം രൂപയാണ് ഞാൻ അടച്ചു തീർത്തതെന്ന് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ അവിടുത്തെ വീടിൻ്റെ ഫുൾ പണി ചെയ്ത് തീർത്തതിൻ്റെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇപ്പം എല്ലാം ക്ലോസ് ആയി. പിന്നെ ഇവിടത്തേക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, നല്ലൊരു പ്ലാറ്റ്ഫോം. പിന്നെ ഇതാലോചിച്ചപ്പം ഇവിടെ നിന്നാണ് ഇനി തുടങ്ങേണ്ടതെന്ന് അനുമോൾ പറയുന്നുണ്ട്. യൂട്യൂബ് ഒന്ന് തുടങ്ങിക്കൂടായോ എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ തുടങ്ങിയിട്ടില്ല, എനിക്ക് താല്പര്യമില്ലടാ. നല്ല സാധനമാണെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വിശ്വസിച്ച് എനിക്ക് ഏൽപ്പിക്കാൻ പാടാ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെന്നും അനുമോൾ പറയുന്നുണ്ട്. ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചെങ്കിലും ഇട്ടാൽ മതിയെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയാണ്, അതൊക്കെ ഇനി ഇടുന്നതിന് കുഴപ്പമില്ല. എൻ്റെ വീട്ടിലെ അമ്മ, ചേച്ചി, അച്ഛൻ അവർക്ക് ആർക്കും ഇങ്ങനെ ക്യാമറ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോഴേ തന്നെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അത് നീ കുക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇടാൻ പറ്റും. ഇനി ഞാൻ കുക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇടുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. നീ പുറത്ത് പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയാ, എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ല. ഇപ്പം നിനക്ക് അവളുണ്ട്, അവൾക്ക് നീയുണ്ട്, എനിക്ക് പിടിച്ചു തരാൻ ആരുമില്ല. ആദ്യം ചെറുതായിട്ടൊന്ന് എടുത്ത് കിട്ടിയാൽ മതി, പിന്നെ നീ തനിയെ എടുത്തോളൂ എന്ന് അതിൽ പറയുന്നുണ്ട്. അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. എപ്പോഴും വിചാരിക്കും ഒരു അനിയത്തിയോ അനിയനോ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകത്തില്ലേ, അന്നേരമൊക്കെ എടുക്കാമെന്ന് അതിൽ പറയുക. എൻ്റെ ചേച്ചിയുടെ മോൻ ദേവൻ, അവൻ 5 വയസ്സേ ഉള്ളൂ, അവനെയൊക്കെ വെച്ച് എടുക്കാമില്ലേ എന്ന് അതിലോട് പറയുകയാണ് അനുമോൾ. ആ കൊച്ചിനെയൊക്കെ വെച്ചിട്ട് നീ വീഡിയോ എടുത്തിട്ട്, ഇത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ എടുക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പം നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് കാണാം, നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കെടുത്ത് കാണാൻ പറ്റും. അതൊരു മെമ്മറിയാണ്. ഞാൻ എപ്പോഴും നൂറയോട് പറയും, നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് എടുത്ത് നമ്മൾ അങ്ങനെ ഇടുമ്പം നമ്മളുടെ ലൈഫിലുണ്ടായ ജേർണി നമ്മൾ പിന്നീട് എടുത്ത് വെച്ച് നോക്കി നമുക്ക് ഇത് അതൊരു വലിയ മെമ്മറിയാണെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുകയാണ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ ഇടുന്നതൊന്നും എനിക്കിഷ്ടമില്ല.